ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇതെൻ്റെ ചീനിക്കണ്ടമാണേ. ചീനി നട്ടു, ചീനിയൊക്കെ കിളിച്ചിട്ടും ഉണ്ട് കേട്ടോ. പക്ഷേ പോച്ച കാരണം ചീനിക്കമ്പ് എന്ത് ചെയ്യുന്ന പോലും കാണാനില്ല. അതുപോലെ പോച്ച മൂടിക്കിടക്കുകയാണ്. ഭയങ്കര പോച്ചയാണ്. ഇത് പറിച്ചെടുക്കാനും നല്ല പാടാണ് കേട്ടോ. എന്ന് വെച്ചാൽ പടർന്നു കിടക്കുന്ന ഒരു സൈസ് പോച്ചയാണ്. അതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് പോച്ച പറിക്കാൻ ഇറങ്ങുന്നുണ്ട്. വൈകിട്ട് അങ്ങനെ കുറേ പോച്ച പറിച്ച് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫോണും കൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ കേട്ടോ. വൈകിട്ടാണ് പോച്ച പറിക്കുന്നത്. ഉച്ച സമയത്തും രാവിലെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത നല്ല വെയിലാണ്. അപ്പോൾ വെയിലൊക്കെ താണ സമയത്താണ് നമ്മൾ പോച്ച പറിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോൺ അവിടെ കൊണ്ട് ഒരു ചീനിയുടെ മൂട്ടിലിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. ചീനിക്കമ്പ് ചാരി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ കുറേശ്ശെ പോച്ചയെല്ലാം പറിച്ച് പലയിടത്തായിട്ട് കൂട്ടിയിടുന്നുണ്ട് കേട്ടോ. ആ ഉണങ്ങിക്കിടക്കുന്ന പോച്ചയൊക്കെ ഇന്നലെ പറിച്ചിട്ടതാണ്. അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വാരിക്കൊണ്ട് കളയാനേ നമുക്ക് വെയിറ്റ് ഇല്ല. അപ്പോൾ വാരി കളയാനും എളുപ്പമാണ്. അതുമല്ല പോച്ച വാരി കളയണമെങ്കിൽ നമ്മുടെ ഈ പണ ചാടി അങ്ങ് പോകണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ നമ്മൾ പോച്ച പറിച്ച് ഇട്ടിട്ട് അതുമല്ല ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പോച്ച പറിച്ച് തീർക്കാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കുറേ ദിവസം കൊണ്ടാണ് ഇത് പറിച്ച് ഓരോരുത്തർ കൂട്ടിയിടുന്നത്. അപ്പോൾ ഞാനങ്ങനെ പോച്ച പറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അപ്പുറത്തെ കണ്ടത്തിൽ ഞങ്ങളുടെ അപ്പുറത്തെ അങ്കിളാണത് കേട്ടോ. ആ അങ്കിള് ഇതുപോലെ പോച്ച പറിച്ച് കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയത്ത് ഒന്ന് നനഞ്ഞിട്ടുണ്ട് പോച്ച. അപ്പോൾ അതുകൊണ്ട് കത്താനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ വിവരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും പോച്ച പറിക്കാനെ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പാടായി പോച്ച പറിച്ചെടുക്കാൻ. എന്തായാലും പറിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും പോച്ച പറിച്ച് ലാസ്റ്റ് പിന്നെ ഇടയ്ക്ക് വേറെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ അമ്പലത്തിൽ സപ്താഹം നടക്കുകയാണ്. അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. എന്തായാലും പോച്ച പറിച്ച് എന്തെന്നാ ഭയങ്കര നടുവിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. എൻ്റെ 2 കൈയും ഇതുപോലെ പോച്ച പറിച്ച് ആകെപ്പാടെ അതെല്ലാം മുറിഞ്ഞ് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു വേദനയൊക്കെ ആയിരുന്നു. എന്തായാലും പോച്ച എല്ലാം പറിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വാരി കളയണം. ഞാൻ ഒരു ചാക്കോട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചാക്കിനകത്ത് വാരി കുറേശ്ശെ വാരി നമ്മൾ അങ്ങ് കൊണ്ട് കളയണം. അപ്പോൾ ഞാൻ പോച്ചയൊക്കെ ഒന്ന് വാരി കളയട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ പോച്ചയൊക്കെ വാരിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരു